ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ LDF കേരളത്തിൽ അധികാരത്തിലെത്തുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നതെന്ന് CPI കേന്ദ്ര സെക്രട്ടറി സന്തോഷ് കുമാർ MP പറഞ്ഞു. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ചില മേഖലകളിൽ പാളിച്ചകളുണ്ടായി. വികസനവും ജനക്ഷേമ പ്രവർത്തനങ്ങളും LDF ഗവൺമെന്റ് നടത്തിയെങ്കിലും അടിസ്ഥാന മേഖലയിലുണ്ടായ ചില ഇടപെടൽ കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിലുള്ള തോൽവിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താണെന്ന് ആലോചിക്കേണ്ട സമയമാണ്. വീണ്ടും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ LDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നുള്ളതാണ് കേരളത്തിലെ പുതിയ സാഹചര്യം. ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടാവണം. തുടർച്ചയായ 10 വർഷം LDF ഭരിച്ചു. ചില മേഖലകളിൽ പാളിച്ചകളുണ്ടായി. നല്ല വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ധാരാളം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അടിസ്ഥാന തൊഴിൽ മേഖലയിലുണ്ടായ ചില ഇടപെടൽ കുറവ്, നിരവധി കാര്യങ്ങളാണ്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ധാരാളം സംഘടനകൾ പ്രവർത്തിച്ചു. ഇടതുപക്ഷ കാര്യത്തിനകത്ത് ഒരു ശക്തമായ നിലപാടെടുത്തോ എന്ന് സംശയിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതിപ്പോൾ കേരളത്തിന്റെ മുമ്പാകെ തുറന്നു പറയുന്ന കാര്യങ്ങളുമാണ്. നമ്മൾ വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാഠം പഠിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരും. തവണ മാത്രമല്ല, ഇത് തുടർച്ചയായി ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ ചോർച്ചാന്നും കൂടിയാണ് അർത്ഥം. എല്ലാ സംസ്ഥാനങ്ങളിലും ചോർച്ചയാണ്. BJP നേതാക്കന്മാർ അതിന്റെ പേരിൽ വലിയ കാശുണ്ടാക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് പലർക്കും അനർഹമായിട്ട് സീറ്റ് കിട്ടുന്നു. അത് പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അയോധ്യ കൊള്ള പോലെ ധാരാളം കാര്യങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ BJP ഏറ്റവും അഴിമതി നിറഞ്ഞൊരു പാർട്ടിയാണ് എന്നും ED അവരുടെ പിന്നാലെ പോകാത്തതുകൊണ്ട് അവരെ വിശുദ്ധന്മാരൊന്നും അല്ലാന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIയുടെ പക്ഷവും നടത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 1 നടക്കുന്ന ഞങ്ങളുടെ മഹാറാലി മറ്റു പല ആവശ്യങ്ങൾക്കൊപ്പം ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ ആവശ്യങ്ങളും കൂടി ഉന്നയിക്കും.